മഞ്ജു മാഡം. മാഡം ഏത് സ്റ്റേഷനിലാണ്? തിരുവനന്തപുരം സിറ്റി. ഓക്കെ. അപ്പൊ മഞ്ജു മാഡത്തിന്റെ ഈ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കലോത്സവം നിൽക്കുമ്പോൾ കുട്ടികളുടെ പാട്ടുകളും ഡാൻസ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലത്തെ ഒരു കല ഉണർന്നു വരാറുണ്ട് പൊതുവേ. അതെ, മഞ്ജു മാഡത്തിന്റെ ഉള്ളിൽ എന്ത് കലയാണ് ഇത് കണ്ടിട്ട് ഉണർന്നത്? കണ്ടിട്ട് ഇന്ന് നമ്മളിപ്പോ ഒന്നും കണ്ടില്ല, തുടങ്ങിയില്ലല്ലോ. അപ്പൊ തുടങ്ങുമ്പോ നമുക്ക് അല്ല, മഞ്ജു മാഡത്തിന് ഓർമ്മയുണ്ടോ പഴയ സ്കൂൾ കാലഘട്ടത്തിൽ എന്തായിരുന്നു പ്രധാനപ്പെട്ട ഐറ്റം? അങ്ങനെ പ്രത്യേകിച്ച് ഐറ്റം ഒന്നും ഇല്ല. എന്നാലും നമ്മള് സ്കൂളിൽ എല്ലാ പ്രോഗ്രാമിനും നമ്മൾ അത്ര എക്സ്പെർട്ട് ഒന്നും അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാമിനും പങ്കെടുക്കും. അപ്പൊ പാട്ട് പാടുമായിരിക്കുമല്ലോ? പാട്ട് പാടില്ല, ഡാൻസ്. പാട്ട് ഇട്ട് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ടല്ല ഞാൻ ഡാൻസ് എന്ന് പറഞ്ഞത്. ഗ്രൂപ്പ് ഡാൻസ് ഒന്നും അതെ, ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ കളിച്ചടിക്കാൻ പറഞ്ഞാൽ. എന്തായാലും എങ്ങനെയുണ്ട് സുരക്ഷ ഈ സമയത്ത്? ഒരുപാട് പെൺകുട്ടികളൊക്കെ വരുന്നു, അവർക്കൊക്കെ സുരക്ഷ ഒരുക്കുക എന്നുള്ളത് ഒരു വലിയ ദൗത്യം കൂടിയാണ്. അതെ, അത് കേരള പോലീസിന് ഒരു വലിയ ദൗത്യമാണല്ലോ. സ്ത്രീകൾക്കും കുട്ടികൾക്കും അപാലവൃദ്ധം ജനങ്ങൾക്കും എല്ലാവർക്കും സുരക്ഷ ഒരുക്കുക എന്നുള്ളത്. എന്തായാലും വളരെ സന്തോഷം. കനത്ത വെയിലാണ് ഒരു വശത്ത്. നമുക്ക് ഈ ഭാഗത്ത് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. നമ്മള് യെസ്, അതെ 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 അതെ. സാജി സാർ ഇവിടെ കണ്ടോൺമെന്റ് സ്റ്റേഷനിലാണ്, കൺട്രോൾ റൂമാണ്. ഓക്കെ. കലാകാരനായിരുന്നു. ഞാൻ വന്ന സമയത്ത് പറഞ്ഞു ഒരുപക്ഷെ ബോഡി ബിൽഡിങ്ങിലായിരുന്നു. ബോഡി ബിൽഡിംഗ് ആയിരുന്നില്ല, അങ്ങനെ റണ്ണിങ് മറ്റു കാര്യങ്ങളേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആ, കലാകാരനാണ്. അല്ല, കലാകാരനൊന്നുമില്ല. എല്ലെന്ന് പറഞ്ഞ വഴിയാണ്. കലാകാരനല്ലല്ലോ. അപ്പൊ ഒരുപാട് കലാകാരന്മാർ നമുക്ക് ഇനി കണ്ടെത്താൻ പറ്റുമോ?